നമസ്കാരം. SSC MDS എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസണിങ്ങിനകത്തെ നമ്പർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു എടുത്തത്. അപ്പോൾ ആൽഫബറ്റ് സീരീസ് ആ ക്ലാസ് കണ്ടവർക്ക് അറിയാം എന്താണ്. അവിടെ ഇവിടെ നമുക്ക് ആൽഫബറ്റുകൾക്ക് പകരം നമ്പർ വരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ വരുന്ന തൊട്ടടുത്ത ടേം ഏതാണെന്ന് ഓപ്ഷൻ നോക്കി എടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് അതിന് പകരം നമ്പർ വരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു പാറ്റേൺ കാണും. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത് വരുന്ന മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഏതൊക്കെ രീതിയിൽ ആ സീരീസ് വരാം. ഇപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് നമ്പർ എന്ത് ചെയ്ത് വരാം, ആഡ് ചെയ്ത് വരാം. ഇപ്പോൾ ഒരു 4 കൂട്ടി പിന്നെ അടുത്ത് വീണ്ടും 4, അങ്ങനെ 4 തന്നെ എല്ലായിടത്തും ആഡ് ചെയ്ത് വരാം. ഒരു സ്പെസിഫിക് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് വരാം. ദെൻ ഒരു സ്പെസിഫിക് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് വരാം, ഡിവൈഡ് ചെയ്ത് വരാം. അങ്ങനെ ഒത്തിരിയും പോസിബിലിറ്റീസ് ആണ്. നമ്മൾ നമ്പർ സീരീസ് എന്ന് പറയുമ്പം ആൽഫബറ്റ് സീരീസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പാടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇവിടെ ഇഷ്ടം പോലെ പോസിബിലിറ്റീസ് ആണുള്ളത്. നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ പല പല രീതിയിൽ നമുക്ക് എന്ത് വരാം, സീരീസ് വരാം. ഇനി ഇവരുടെ കോമ്പിനേഷനായിട്ടും വരാം. അതായത് ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു നമ്പർ ഇപ്പോൾ *1 + 1 *2 + 2 ഇങ്ങനെ പല പല രീതിയിൽ, അതായത് ഇവരുടെ ഒരു കോമ്പിനേഷനാണ്. ഡിവിഷനും അഡീഷനും കോമ്പിനേഷൻ, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പർ സീരീസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മൾട്ടിപ്പിൾസ്, മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 വരെയുള്ള മൾട്ടിപ്പിൾസ് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് കാണാതെ പഠിക്കണം. അതായത് 11, 12, 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് കാണാതെ പഠിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്. അത് മാത്സിനും നമുക്ക് ഒത്തിരി ഉപകാരം ചെയ്യും, റീസണിങ്ങിനും അത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടേബിൾ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിക്കുക. അത് നമുക്ക് ഒത്തിരി അടുത്ത് ഉപകാരം ചെയ്യുന്നതാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ അടുത്ത് നമുക്ക് വേണ്ടുന്നതാണ് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതും നിങ്ങൾ കുറഞ്ഞത് ഒരു 30 വരെയുള്ള നമ്പറിനെങ്കിലും കാണാതെ പഠിച്ച് വെക്കണം. എത്രയും നിങ്ങൾക്ക് കാണാതെ പഠിച്ച് വെക്കാം അത്രയും നല്ലതാണ്. പക്ഷേ കുറഞ്ഞതൊരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ അറിയണം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ നമ്പർ കാണുമ്പം സ്ക്വയർ നമ്പർ ആണെന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. ക്ലിയറാ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് മാക്സിമം എത്രയും പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ ക്യൂബ് നമ്പേഴ്സും മിനിമം ഒരു 15 നമ്പേഴ്സിൻ്റെ 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്കിലും പഠിച്ചു വെക്കുക. മാക്സിമം എത്ര പഠിക്കാൻ പറ്റുമോ അത്ര നല്ലതാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് പ്രൈം നമ്പർ. നമുക്ക് പ്രൈം നമ്പറും ചില ക്വസ്റ്റ്യനകത്ത് പ്രൈം നമ്പർ ബേസ്ഡ് ആയിട്ടും സീരീസ് വരാം. അപ്പോൾ അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയണം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ സീരീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവണമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധയിൽ വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് MDSൻ്റെ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ലൈവായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് അതേ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിരുന്ന് അത് കേൾക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ എക്സാം എടുക്കാറായി. അപ്പം ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങളിത് കറക്റ്റായിട്ട് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നമ്പേഴ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ 11, 14 എല്ലാം 100-നകത്തേക്കുന്ന നമ്പേഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല എങ്കിൽ അവിടെ കൂടുതൽ സാധ്യത എപ്പോഴും വരണമെന്നില്ല. കൂടുതൽ സാധ്യത എന്താണ്, ഒരു നമ്പർ സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്ത് പോകാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ നോക്കി ഇവിടെ നമുക്കറിയാം 11-14 എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 3 കൂടിയാണ് പോകുന്നത്. ദെൻ അടുത്ത 14-20 ആകുമ്പോഴോ 6 കൂടി. 20-29 ആയപ്പോൾ എന്താണ്, 9 കൂടി. ദെൻ 29-41 ആകുമ്പോൾ 12 കൂടി. ഇപ്പം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവല്ല. എന്താണ് ഈ നമ്പേഴ്സിന് പ്രത്യേകം എന്താണ്, 3, 6, 9, 12 എന്താണ്, മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് അടുത്ത എത്ര ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്, 15 ആയിരിക്കണം. ക്ലിയർ ആയോ?
3യുടെ മൾട്ടിപ്പിളൊന്നും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 3 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എൻ്റെ ആവശ്യം നമുക്ക് മൾട്ടിപ്പിൾസ് തന്നെയാണ്, 3യുടെ മൾട്ടിപ്പിൾസ് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? വളരെ സിമ്പിളായിട്ട് പറയാം, 41 + 15 56 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് MDSന് തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 56 എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 56 എന്നുള്ള ആൻസർ വരും. ഓക്കെ, ഇത് ആർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട് അല്ലേ, നമ്പറുകൾ തമ്മിൽ നല്ല അകലമുണ്ട്. കാരണം 232 വരെ പോയിട്ടുണ്ട്, 7 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ 7 22 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ 7ന്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷേ 7 × 3 + 1 എന്ന് പറയാം. അതായത് × 3 + 1 എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 7 22 കണക്ട് ചെയ്യാം. പക്ഷേ അടുത്ത് വരുമ്പോൾ 22 × 3 എത്ര ആവും? 22 × 3 66 ആവും. പക്ഷേ അതിനെക്കാട്ടിലും ചെറിയ നമ്പറാണ്, 52 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആഡ് ചെയ്ത് തന്നെ നോക്കാം, ആഡ് ചെയ്ത് വന്നാൽ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ എന്താണ് ആദ്യം ഇവിടെ എത്രയാണ് കൂടുന്നത്? 7 22 ആണെങ്കിൽ +15 ആണ്. ഓക്കെ, അപ്പോൾ 15 കൂടി. 22 32 52 ആണെങ്കിൽ +30 ആണ്, 30 കൂടി. ഇതാണെങ്കിലും എത്രയാണ്? നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നല്ല സ്പീഡായിരിക്കണം. ഇതെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണെങ്കിൽ എക്സാമിന് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. ഇത് 15 30 അടുത്ത 60 അങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റണം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. 60 ദെൻ അടുത്ത് വരുമ്പോൾ എത്രയാണ്? 120 ആണ് കൂടുന്നത്. അപ്പോൾ ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആരുടെ മൾട്ടിപ്പിൾസ് അല്ല, പക്ഷെ നോക്കിയാൽ എന്താണ്, ഇവരുടെ ഡബിൾ ആവുകയാണ്. അതായത് × 2 അടുത്തടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് നമ്പറിൻ്റെ ഡബിൾ ആണ് തൊട്ടടുത്ത നമ്പർ. ക്ലിയർ ആയ? അതായത് ഡബിളായിട്ട് കൂടി പോകണം. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്? 120യുടെ ഡബിൾ ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. 120യുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 240 ആണ്. അതാണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ 232ൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. 232 + 240 എന്ത് വരും? അപ്പോൾ നമുക്ക് അവിടെ കൂട്ടാൻ സ്പീഡ് ആവണം. 472 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയ? 472 ഓപ്ഷൻ ഡി. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നോക്കുക, 15 കൂടി 30 കൂടി 60 കൂടി 120 കൂടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ആലോചിക്കുക, 15 30 60 എന്താണ്? ഇരട്ടിയാണ്. അങ്ങനെയാണ് 240 ആ സ്പീഡിൽ കൂട്ടുക. 240 ഇതോടെ കൂട്ടുമ്പോൾ 472. ക്ലിയർ ആയ? അപ്പോൾ ആ രീതിയിൽ ആണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും നമ്പേഴ്സ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇടയ്ക്കുള്ള നമ്പറാണ് മിസ്സിങ്, ലാസ്റ്റ് നമ്പർ അല്ല. അതുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 11 × 2 + 1 എന്നൊക്കെ പറയാം. അടുത്ത് എടുക്കുമ്പോഴും × 2 + 7 ആയി പോകും. ക്ലിയർ ആയി? പിന്നെ അടുത്ത നമ്പർ നമുക്ക് മിസ്സിങ് ആണ്, ബാക്കിയുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കൊരു മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ എടുക്കാം? × 3 × 2 + 1 പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം? × 3 - 4 എന്നുള്ള രീതിയിൽ എടുത്തൂടെ? × 3 - 4 എന്നുള്ള രീതിയിലൂടെ കൺസിഡർ ചെയ്തൂടെ? ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? 5 × 3 15 ആണ്. 15 - 4 11 എന്ന് വരും. ക്ലിയർ ആയോ? അടുത്ത എടുത്താൽ 11 × 3 - 4 എന്ന് പറയുമ്പോൾ 33 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 29 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറാണ് മിസ്സിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കുള്ള നമ്പർ മിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട് വരും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇവർ തമ്മിലും അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 245 × 3 - 4 അത് 731 വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണെന്ന് ഉറപ്പിക്കാം. 245 × 3 245 × 3 എന്ന് പറയുമ്പം എത്ര വരും? 735 വരുമല്ലോ. 735 - 4 731. അപ്പോൾ ശരിയാണ്, നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണ്. അതായത് ഇവിടുത്തെ ഒരു പാറ്റേൺ എന്താണ്? × 3 - 4. ക്ലിയർ ആയി? × 3 - 4 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ 29 ആണ് തൊട്ട് മുമ്പുള്ള നമ്പർ. 29 × 3 - 4 എന്നുള്ളത് 29 × 3 87 87 - 4 83 വരും. ഫൈനൽ ആൻസർ ഓപ്ഷൻ ബി വരും. ക്ലിയർ? ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് തന്നെ വേറെ രീതിയിലും ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുന്ന രീതിയിൽ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? +6 ആണ്. അടുത്ത് വരുമ്പം +18 ആണ്. അടുത്ത അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു നമ്പറിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം +6 അല്ലേ, അടുത്തത് ആഡ് ചെയ്ത് എത്രയാണ്? 18 ആണ്. 6 18 നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം? അതിൻ്റെ × 3 അല്ലേ? ക്ലിയർ ആയോ? × 3 ആണ്. നമുക്ക് ഇടയ്ക്കുള്ള നമ്പറാണ് മിസ്സിങ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അടുത്തോടെ വെച്ച് കൺഫേം ചെയ്യേണ്ടി വരും. അതായത് അടുത്ത എന്താണ്? അടുത്ത × 3 ആകുമ്പോൾ 54 വരുമല്ലോ. 54 ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 29 + 54 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. 83 തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടുത്തോടെ നോക്കി ഒന്ന് കൺഫേം ചെയ്യുക. അടുത്ത 54 × 3 എത്രയാണ്? 54 × 3 162. അതായത് നമ്മുടെ ഈ 83യുടെ കൂടെ 162 ആഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്ത് ഒന്ന് നോക്കുക. 245 വരുന്നുണ്ട്, അപ്പോൾ ഉറപ്പാണ്. അങ്ങനെയും
ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റു 3 - 4 ഓക്കെ ആണ്, ഇങ്ങനെ എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടും. അപ്പോൾ ഇൻറ്റു 3 - 4 ആണ് കുറച്ചുകൂടെ എളുപ്പം, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെയും നമുക്ക് ആദ്യം ആഡ് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പാടാണ്. ഇവിടെ ഇൻറ്റു 6 + 2 എന്നൊക്കെ എടുക്കേണ്ടി വരും, പക്ഷേ അടുത്ത് വരുമ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ അവിടെ ആ രീതിയിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്ത് പോകുന്ന നോക്കാം. ഓക്കെ, ആദ്യം എത്രയാണ് +17 അല്ലേ, +17 ആണ്. ദെൻ 22 - 54 എന്ന് പറഞ്ഞാൽ എന്താണ് +34 ആണ്, അടുത്ത മിസ്സിങ് ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് പ്ലസ് ചെയ്ത് നോക്കി, അടുത്ത് നമുക്ക് അടുത്ത ആഡ് ചെയ്ത നമ്പർ എന്താണെന്ന് അറിയില്ല. അടുത്ത് എന്ത് വരും നോക്കി, 258ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 530 വരുന്നത്. 530 - 258 എന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 272 കിട്ടും. ഓക്കെ, 272 കിട്ടും. അപ്പോൾ 272 ആണ് അടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ ആഡ് ചെയ്ത നമ്പറുകൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ 17 34. അപ്പോൾ 17 ടേബിൾ ആണെന്നൊരു ഐഡിയ വരാം, പക്ഷേ 17 ടേബിൾ ആണെങ്കിൽ അടുത്ത 51ഉം അടുത്ത 68 അല്ലേ വരണം. ഇവിടെ 68 അല്ലല്ലോ, അതിനെക്കാട്ടിലും വലിയ നമ്പർ അല്ലേ. അപ്പോൾ ഇവരെ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ആദ്യം നാണ്ട് ഇതിൻ്റെ ഇൻറ്റു 2 എന്ന് പറയാം, ഇരട്ടിയല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്തത് വീണ്ടും എത്ര ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് 2 കോളംസ് ആണ് വരുന്നത്, ഒരു ഡാഷ് അല്ല. കാരണം 54ൽ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്ന ഒരാൾ മിസ്സിംഗ് ആണ്. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. അതായത് ആദ്യം 17 കൂടി, ദെൻ 34 കൂടി, ദെൻ നമ്മുടെ ആൻസറിലേക്ക് ആഡ് ചെയ്യുന്നൊരു നമ്പറുണ്ട്, അതും മിസ്സിംഗ് ആണ്. ദെൻ ഈ ആൻസറിൽ നിന്ന് 258ലേക്ക് പോകുന്നത് നമുക്കറിയില്ല. ക്ലിയർ ആയ അടുത്തതാണ് അറിയാൻ എന്താണ് 238 എന്ന് അറിയാം. ഓക്കെ, സോറി 232 എന്ന് അറിയാം, 272 എന്ന് അറിയാം. ഓക്കെ, 272 ആണ്, സോറി 272 ആണ്. അപ്പോൾ നോക്കി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കണം വരേണ്ടത്? ഇതിൻ്റെ എന്തായിരിക്കും ഡബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 68 ആയിരിക്കും, അടുത്ത 136 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത കറക്റ്റ് അല്ലേ 272 വരുന്നുണ്ടല്ലോ, 272 വരുന്നുണ്ട്. അപ്പോൾ അതെന്താവും കറക്റ്റായിട്ട് ആവുന്നുണ്ട്. അതായത് ഇവിടെ ഡബിൾ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എന്താണ്? 54ൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. 54ൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആരാണ്? 68 ആണ്. 54 68 ആഡ് ചെയ്യുമ്പം 122 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ ഡബിൾ എടുത്ത് ആഡ് ചെയ്ത് പോകുന്ന രീതിയിലാകാം, അതിൻ്റെ ടേബിൾ ആകാം, അതായത് അതിൻ്റെ മൾട്ടിപ്പിൾസ് ആകാം, അല്ലെങ്കിൽ ഡബിൾ ആകാം, അല്ലെങ്കിൽ ചിലപ്പം നേരത്തെ ചെയ്ത പോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കൊണ്ടാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് വരാം, ആ ഒരു പാറ്റേൺ വരാം. അപ്പോൾ അത് ആ രീതിയിലെല്ലാം നമ്മൾ ഫെമിലറൈസ് ആയി ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചു വെക്കുക, നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്പറുകൾ തമ്മിൽ. ഇപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 3 എന്ന് കണക്ട് ചെയ്യാം, അടുത്ത് ഇൻറ്റു 5. പക്ഷെ അടുത്ത് വരുമ്പം 45ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ക്ലിയർ ആയി, 45ൻ്റെ മൾട്ടിപ്പിൾ അല്ല 261. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് +6 ആണ്. ഓക്കെ, അടുത്ത് വരുമ്പോഴോ +36 ആണ്. അടുത്ത് വരുമ്പം അതും സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും +216 ആണ്. ക്ലിയർ ആയി, +216 ആണ്. ഓക്കെ, അടുത്തത് കണ്ടുപിടിക്കണ്ട, ഇവിടെ വെച്ചാൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ എന്താണ്, ഇവിടെ 6ൻ്റെ പവേഴ്സ് അല്ലേ, അതായത് ഇൻറ്റു 6 ആണ്. തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഇൻറ്റു 6 ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 216 × 6 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത് ആഡ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, ഈ 1557 വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് വീണ്ടും എന്ത് വരും, ഈ 216ൻ്റെ കൂടെ ഈ ആൻസറിൻ്റെ കൂടെ വീണ്ടും 6 മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ 216 × 6 എന്ന് പറഞ്ഞാൽ 1296 എന്ന് വരും. 1296 ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു 1557 എന്നുള്ള ആൻസർ വരുന്നത്. അപ്പോൾ അടുത്താണെങ്കിൽ 1296 × 6 ആണല്ലോ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് നോക്കാം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ത് വരും, 6 വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്താലും അവസാനം 3 വരും. പക്ഷേ ലാസ്റ്റ് നമ്പർ 3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും നോക്കാം. മൾട്ടിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം, 3 5 7 7776 വരും. ഓക്കെ, അപ്പോൾ ആ നമ്പറാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പം 1557 + 776. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. 9333 എന്നുള്ള ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ വരുന്നത്.
ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഈ 6ഉം ഈ 7നോട് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ തന്നെ നോക്കിയത്. അപ്പോൾ അത് ക്ലോസ് ഓപ്ഷൻസും ആണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് ധൈര്യമായിട്ട് എടുക്കാം. ക്ലിയർ ആയോ? പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ 2 ഓപ്ഷനിലും 3 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് കുറഞ്ഞു വരുന്നൊരു സീരീസ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എടുത്താൽ നോക്കി ഇവിടെ ഏത് നമ്പറാണ് സബ്ട്രാക്ട്, വലിയ വ്യത്യാസമില്ല നമ്പറുകൾ തമ്മിൽ. അപ്പോൾ നോക്കി ആദ്യം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം 11 ആണ് കുറഞ്ഞത്. വീണ്ടും നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തെറ്റാതെ എടുക്കുക. വീണ്ടും 11 ആണ് കുറഞ്ഞത്, വീണ്ടും 11 ആണ്. അപ്പോൾ 11 തന്നെയാണ് എല്ലായിടത്തും കുറഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ആൻസർ എന്ന് പറയുന്നത് 934 മൈനസ് 11 എത്ര വരും? മൈനസ് 11 923 ആണ് ഫൈനൽ ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും വലിയ നമ്പറുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ മൾട്ടിപ്ലൈ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. നോക്കിയാൽ ഇവിടെ ടേബിളായിട്ട് വരുന്നില്ല, ടേബിളിൻ്റെ അടുത്തും വരുന്നത് 13 × 4 പറയാം. പക്ഷേ 52ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 52 × 3 എടുത്താലും വീണ്ടും × 3 + 3 വീണ്ടും +13 എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആഡ് ചെയ്ത രീതിയിൽ നോക്കുക. അപ്പോൾ ആദ്യം 13 × 52 എന്ന് പറഞ്ഞാൽ +39 ആണ്. അടുത്ത് വരുമ്പോഴോ +117 ആണ്. ക്ലിയർ ആയോ? അടുത്ത് വരുമ്പോൾ നിങ്ങളൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 520 - 169. ഓക്കെ. അപ്പോൾ അത് എത്ര വരും? അത് 351 വരും. ക്ലിയർ? 350. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇവർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ക്ലിയർ അല്ല? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്നില്ല. അടുത്താണെങ്കിൽ എന്ത് വരും? 351 × 3. ക്ലിയർ? 351 × 3 ആണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഈ ആഡ് ചെയ്തിരിക്കുന്നത് 351. അപ്പോൾ അടുത്ത് വരുമ്പം നമുക്ക് എന്താണ് ഈ ആൻസറിൻ്റെ കൂടെ, അതായത് 351 × 3യുടെ കൂടെ വീണ്ടും ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കാം. അങ്ങനെയാണ് 351 × 9 എന്ന് പറയാമല്ലോ. 351 × 9 ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 1573 + 351 × 9 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയേ. 1 × 9 ആകുമ്പോൾ ലാസ്റ്റ് ഡേറ്റ്, ഈ ആൻസറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് വരുന്നത്? സോറി, ലാസ്റ്റ് ഡേറ്റ് 9 അല്ലേ വരുന്നത്. അപ്പോൾ 3 + 9 ചെയ്താൽ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും? 12 ആണ്. 12ൻ്റെ 2 അല്ല നമ്മൾ എഴുതൂ. ലാസ്റ്റ് ഡേറ്റ് 2 ആണ്. ലാസ്റ്റ് ഡേറ്റ് 2 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ. അല്ലാതെ അവിടെ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് സ്പീഡാക്കി ചെയ്യുന്ന രീതിയിൽ പറയാം. ആദ്യം നോക്കുന്നു 39 ആണ് ആഡ് ചെയ്യുന്നത്, ദെൻ 117 ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 351. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം എന്താണ് ഇതിൻ്റെ × 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ആ നമ്പറിൻ്റെ ത്രൈസ് ആണ് വീണ്ടും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പം അടുത്ത് വരുമ്പം 351 × 3 ആണ് ഇവിടെ. അടുത്ത് വരുമ്പോൾ 351 × 9 ആവുമല്ലോ. ക്ലിയർ ആയോ? അപ്പോൾ ലാസ്റ്റ് നമ്പർ 9 ആണ്. അപ്പോൾ ആ 9 വരുന്ന നമ്പരും ഈ 3യോട് ആഡ് ചെയ്താൽ ലാസ്റ്റ് 2 വരും. 2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ടി വന്നാൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ എക്സാമിന് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാം. സോറി, ഫൈനൽ ആൻസർ 4732 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പം ആദ്യം നിങ്ങൾ നോക്കുമ്പോൾ ആഡ് ചെയ്താണ് വരുന്നത്, വീണ്ടും കുറഞ്ഞു വരുന്നു, വീണ്ടും ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയത് മനസ്സിലാവും. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇവിടെ എന്താണ്? ഓൾട്ടർനേറ്റ് സീരീസ് ആണ്. അതായത് ഇവിടെ വരുന്ന ടേമുകൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ 12ൻ്റെ കൂടെ വരുന്ന ആളെന്ന് പറഞ്ഞാൽ 70 അല്ല. അതാണ് 12ൻ്റെ കൂടെ വരുന്ന 16 ആണ്. 16, 20, ദെൻ അടുത്ത ആൾ ഇതായിരിക്കും. അതായത് ഇവർ തമ്മിൽ എന്താണ്? ഇവർ തമ്മിൽ 4 ആഡ് ചെയ്താണ് പോകുന്നത്. ഇനി ബാക്കിയുള്ളവരെ നോക്കിയേ. 70, 74, 70. അത് വേറൊരു സീരീസ് ആണ്. ക്ലിയർ ആയ? അത് വേറൊരു സീരീസ് ആണ്. അത് എന്താണ്? അതും 4 ആഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം ആൻസർ കണ്ടുപിടിക്കുക. അല്ലാതെ നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ നോക്കി ഇവിടെ എന്താണ് വരുന്നത്? അടുത്ത 20 ആണെങ്കിൽ അപ്പോൾ തൊട്ടടുത്ത നമ്പർ മിസ്സിങ് ആരുടെ കൂടെ വരേണ്ട ആളാണ്? 12, 16ൻ്റെ കൂടെ വരേണ്ട ആളാണ്. 12, 16, 20, 24 ആണ് ആദ്യം വരേണ്ടത്. ദെൻ അടുത്ത് വരേണ്ടതോ 70, 74, 78. അപ്പോൾ 4 കൂട്ടുമ്പോൾ 82. ഇപ്പോൾ 24, 82. ഓപ്ഷൻ സി ആണ് ഫൈനാൻസ്. അപ്പോൾ ഇങ്ങനെ വരും. ഇത് കണ്ട് നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ് ആകരുത്. ഓൾട്ടർനേറ്റ് സീരീസ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പോകുന്ന രീതിയിൽ നോക്കിയാൽ ആദ്യം 4 ആഡ് ചെയ്തു, ദെൻ 9 ചെയ്തു, ദെൻ അടുത്ത് വരുമ്പോൾ 19 ആണ്.
അപ്പോൾ അടുത്ത് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ 4, 9, 19 എന്തല്ല ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ രീതിയിൽ നോക്കുക. വേറെ രീതിയിൽ നോക്കിയാൽ മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല, അതിൻ്റെ അടുത്ത് വരില്ലേ. അപ്പോൾ 3 to 7, 3, 7, 35, അടുത്ത നമ്പർ മിസ്സിങ്, ദെൻ 153 ആണ് തന്നേക്കുന്നത്. 3 to 7, 3 into 2 6 ആണ്, പക്ഷേ into 2 ഒരു 1 ആഡ് ചെയ്താൽ പോലെ +1. അടുത്ത് നോക്കിയാലോ into 2 14 ആണ്, വീണ്ടും ഒരു 2 ആഡ് ചെയ്താൽ ഓക്കെ ആയില്ലേ +2. 6 into 35 എടുത്താലോ into 2 32 ആണ്, +3 ചെയ്താൽ ഓക്കെ ആയില്ലേ. ഇപ്പോൾ into 2 +1, into 2 +2, into 2 +3. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഡബിൾ എടുക്കുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കണം, അടുത്ത ഡബിൾ എടുക്കുക, 4 ആഡ് ചെയ്യാം. ക്ലിയർ ആ. അപ്പോൾ 74 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത into 2 +5 ചെയ്താൽ 153 വരത്തില്ലേ. 74 into 2 148 +5 ആണ്, ഓക്കെ അല്ലേ. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തോളേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് കറക്റ്റ് മെത്തേഡാണെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ നേരത്തെ രീതി നോക്കിയാൽ into 1 + 1 പറയാം, പക്ഷെ അടുത്ത് വരുമ്പോൾ ഓക്കെ ആവുമോ, അടുത്ത് വരുമ്പോൾ കറക്റ്റ് ആവത്തില്ല. ഒന്നുകൂടെ നോക്കി ആഡ് ചെയ്ത് പോകുന്ന നമ്പറുകൾ നോക്കിയാൽ 6, 7, 11, 20 എന്നുള്ളതാണ്. 1 ആഡ് ചെയ്തു, ദെൻ 4 ആഡ് ചെയ്തു, ദെൻ 9 ആഡ് ചെയ്തു. ഈ നമ്പേഴ്സിനെല്ലാം പ്രത്യേകത ഉണ്ട്, ഇവർ മൾട്ടിപ്പിൾ ആയിട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. അതിനാണ് ഞാൻ പറഞ്ഞത് സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിക്കണമെന്നുള്ളത്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം, ഇവരെന്താണ് സ്ക്വയർ നമ്പേഴ്സാണ്. ഇപ്പോൾ 1, 4, 9, 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്, 4ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 16 ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 36 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 36 എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതായത് സ്ക്വയർ നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുന്ന രീതിയിൽ വരാം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെയും എന്ത് വരാം, സീരീസ് വരാമെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇവിടെ 14 to 15 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നോക്കാം. +1, അടുത്ത് വരുമ്പോൾ +9, ദെൻ അടുത്ത് വരുമ്പോൾ +25, +49, ദെൻ അടുത്ത ആകുമ്പോഴോ +81. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇവർ സ്ക്വയർ നമ്പേഴ്സാണ്, പക്ഷേ അടുപ്പിച്ചുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആണോ. ഇവിടെ 1ൻ്റെ സ്ക്വയർ, ദെൻ 3ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ, 9ൻ്റെ സ്ക്വയർ. അപ്പോൾ കാര്യം എന്താണ്, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. ക്ലിയർ ആയ, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്, 11 അല്ലേ. ഇവിടെ പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യുക, പ്രൈം നമ്പർ അല്ല. കാരണം ഇവിടെ 2 വന്നിട്ടില്ല, 1 വന്നിട്ടുമുണ്ട്, 9 വന്നിട്ട് 9 പ്രൈം നമ്പർ അല്ലല്ലോ. അപ്പോൾ പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രൈം നമ്പർ വെച്ചും വരാം. ഇപ്പോൾ 11 ആണല്ലോ, 11ൻ്റെ സ്ക്വയർ 121 ആണ്. അപ്പോൾ 121 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ 121 ആഡ് ചെയ്യുമ്പം 179, 279, 21 ആകുമ്പോൾ 300 ആണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയി. ഈ രീതിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആൻസർ നമ്മളപ്പോൾ സ്ക്വയർ നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവണം. അങ്ങനെ ആയാൽ മാത്രം പോരാ, അത് അടുപ്പിച്ചുള്ള നമ്പറാണോ, ഓഡ് നമ്പറാണോ, ഇത് ഈവൻ നമ്പർ വരാം, ഈവൻ നമ്പറാണോ പ്രൈം നമ്പറാണോ, അതുകൂടെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന രീതി നോക്കാം. +1, ദെൻ 1826 ആണ്, +8, +27, അടുത്താണ് +64. ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പം ഇത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം, എന്താണ്, ക്യൂബ് നമ്പേഴ്സാണ്. ഓക്കെ, ക്യൂബ് നമ്പേഴ്സാണ്. അടുപ്പിച്ചുള്ള നമ്പറിൻ്റെ ആണോ, 1ൻ്റെ ആണ്, 2ൻ്റെ ആണ്, 3യുടെ ആണ്. അപ്പോൾ അതെന്താണ്, അടുപ്പിച്ചുള്ളവർ തന്നെയാണ്. അടുത്താണ് നെക്സ്റ്റ് 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ് 125. ഓക്കെ, 125. അപ്പോൾ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് നോക്കിയാൽ 7 + 5 12, 2 ആണ്. ലാസ്റ്റ് 2 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ആഡ് ചെയ്ത് തന്നെ നോക്കുക. അപ്പം 170ന് 125 ആഡ് ചെയ്യുമ്പോൾ മനസ്സിൽ തന്നെ ചെയ്യാം. 100, 100, 200, 25, 17, 42. അപ്പോൾ 242 ആണ്. ഓപ്ഷൻ 2 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആയി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ MDSൻ്റെ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യനുകൾ വരുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.